തനിച്ചുള്ളപ്പോൾ ഫുഡൊന്നും അങ്ങനെ ഞാൻ ഓർഡർ ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ ചെറുതായിട്ടൊരു മൂഡ് ഓഫിൽ ഇരിക്കുമായിരുന്നു. എനിക്ക് തോന്നി എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു എൻ ഷെഫ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി ഓർത്തത്. നോക്കിയപ്പോൾ അവിടെ പൊതിച്ചോറ് കണ്ടു. അപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് പൊതിച്ചോറൊന്ന് കഴിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് വാഴയിലയിൽ ഇങ്ങനെ ഫുഡ് കൊണ്ടുപോകണം ഇഷ്ടമല്ലായിരുന്നു. എല്ലാം കൂടെ ഇങ്ങനെ കുഴഞ്ഞിരിക്കും. പിന്നെ ആ മുട്ടയുടെയും മീനിൻ്റെയൊക്കെ ആ സ്മെല്ല് എനിക്കങ്ങനെ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ വീട്ടിലുണ്ടാക്കുകയും വാഴയിൽ കെട്ടി വെച്ചിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഞാൻ കട്ടാക്കി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരുടെ അവസ്ഥ ഇതാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി. ഇങ്ങനെ കുറച്ച് പീരിയഡ്സ് ഒക്കെ ആയിട്ട് മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാം. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാനിപ്പോൾ ഫുഡ് ചോറ് കഴിക്കുന്നല്ല, ഇതിൻ്റെ പകുതി കഴിക്കുള്ളൂ. പക്ഷേ ഞാൻ നന്നായി കഴിച്ചു. ഇല കാലി അടിപൊളിയായിരുന്നു. പായസം